ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മുറ്റത്തും പറമ്പിലും വഴിവക്കിലുമൊക്കെ ആയിട്ട് ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് അസുഖങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് ഈ സസ്യം. എന്നാൽ പലരും ഇതിൻ്റെ ഗുണങ്ങൾ അറിയാതെ നമ്മുടെ പറമ്പിൽ നിന്നുമൊക്കെ ഇതിനെ ഒഴിവാക്കുകയാണ് പതിവ്. നമ്മുടെ ചുറ്റുപാടും കണ്ടുവരുന്ന പല സസ്യങ്ങളും ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് എന്ന് ആയുർവേദത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഇതുപോലുള്ള സസ്യങ്ങളുടെ പൂവും കായും വേരുമൊക്കെ തന്നെയാണ് ഒട്ടുമിക്ക അസുഖങ്ങൾക്കും മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഏതാണ് ആ ഔഷധ ചെടിയെന്നും അതിൻ്റെ ഉപയോഗ രീതികളും ഏതൊക്കെ അസുഖങ്ങൾക്കിത് ഫലപ്രദമാണെന്നും ഒന്ന് കണ്ടു നോക്കാം. യാതൊരു പരിചരണവും കൂടാതെ തന്നെ തഴച്ചു വളരുന്ന ഒന്നാണ് തൊട്ടാവാടി. ഈ ചെടി എല്ലാവർക്കും വളരെ നന്നായി തന്നെ അറിയുന്നത് ആണ്. എന്നാൽ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പലർക്കും അറിയണമെന്നില്ല. ഇംഗ്ലീഷിൽ ഇതിനെ ടച്ച് മീ നോട്ട് പ്ലാന്റ് എന്നും സംസ്കൃതത്തിൽ ലജ്ജാലു എന്നും നമ്മൾ മലയാളികൾ ഇതിനെ തൊട്ടാവാടി എന്നും വിളിക്കുന്നു. തൊട്ടാവാടിയുടെ ഇലയും പൂവും കായും വേരുമൊക്കെ തന്നെ ഒരുപോലെ ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ്. രക്തശുദ്ധി വരുത്തുന്നതിനും കഫം പിത്തം മുതലായവ ഇല്ലാതാക്കുന്നതിനും കഴിവുള്ള സസ്യമാണ് തൊട്ടാവാടി എന്ന് ആയുർവേദത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ്. ആയുർവേദം ഇതിനെ ശീതികാരിയായിട്ട് കണക്കാക്കുന്നു. ആയുർവേദത്തിൽ എന്ന പോലെ തന്നെ യുനാനി ചികിത്സയിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. രക്തസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, പുകച്ചിൽ, ആസ്മ, അലർജി എന്നിവയ്ക്കെല്ലാം ഇത് നല്ലൊരു മരുന്നാണ്. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് നല്ലൊരു മരുന്നായിട്ട് കണക്കാക്കുന്നു. ചർമ്മരോഗങ്ങൾക്ക് തൊട്ടാവാടി ഇലയുടെ നീര് മരുന്നായിട്ട് ഉപയോഗിക്കാം. തൊട്ടാവാടി ഇല ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീര് ചർമ്മ പ്രശ്നങ്ങൾ ഉള്ള ഭാഗത്ത് പുരട്ടാവുന്നതാണ്. മുറിവുണക്കാനുള്ള ഒരു പ്രത്യേക കഴിവും ഈ ചെടിക്ക് ഉണ്ട്. ഇതിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീര് പുരട്ടുന്നതും അതുപോലെ തന്നെ ഇല അരച്ചിടുന്നതും മുറിവ് പെട്ടെന്നുണങ്ങാനായിട്ട് സഹായിക്കും. ശ്വാസം മുട്ടലിന് 1/2 ടീസ്പൂണ് തൊട്ടാവാടിയുടെ നീര് കരിക്കിൻ വെള്ളത്തിൽ ചേർത്ത് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കുന്നതാണ്. ഇത് കുട്ടികളിലെ ശ്വാസതടസ്സത്തിനും ഫലപ്രദമാണ്. അതുപോലെ കരളിൻ്റെ ആരോഗ്യത്തിനും തൊട്ടാവാടി മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ കരളിലുണ്ടാവുന്ന വിഷാംശം നീക്കം ചെയ്യാൻ ഇതിന് ഒരു പ്രത്യേക കഴിവുണ്ട്. മൂത്രാശയ രോഗങ്ങൾക്ക് തൊട്ടാവാടി നല്ലൊരു മരുന്നാണ്. മൂത്രസംബന്ധമായിട്ടുണ്ടാവുന്ന രോഗങ്ങൾക്ക് തൊട്ടാവാടിയുടെ ഇലയും വേരും സമം ചേർത്ത് നിഴലിൽ ഉണക്കി 1/2 ടീസ്പൂൺ വീതം പാലിൽ തേനും കൂടി ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. വാതസംബന്ധമായിട്ടുണ്ടാവുന്ന വീക്കത്തിന് ഇതിൻ്റെ ഇല കളിമണ്ണുമായിട്ട് ചേർത്ത് അരച്ചിടുന്നത് ഉത്തമമാണ്. അതുപോലെ മഞ്ഞപ്പിത്തത്തിനും തൊട്ടാവാടി മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. ചുമയ്ക്കും കോളറ പോലുള്ള അസുഖങ്ങൾക്കും തൊട്ടാവാടി നല്ലൊരു ഔഷധമായിട്ട് കണക്കാക്കുന്നു. അതുപോലെ അൾസർ സുഖപ്പെടുത്തുന്നതിനുള്ള കഴിവും ഈ ഔഷധ ചെടിക്ക് ഉണ്ട്. തൊട്ടാവാടിയുടെ വേര് വിഷാദ രോഗത്തിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. തലവേദനയ്ക്കും മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾക്കും ഇത് നല്ലൊരു മരുന്നാണ്. അതുപോലെ പല്ലുവേദന സുഖപ്പെടുത്താനുള്ള കഴിവും ഈ തൊട്ടാവാടിക്ക് ഉണ്ട്. അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാവുന്ന ചതവിനും നീരിനുമൊക്കെ തൊട്ടാവാടിയുടെ നീര് പുരട്ടുന്നത് വളരെ ഗുണം ചെയ്യും. സന്ധിവേദനയ്ക്കും ഇത് നല്ല മരുന്നാണ്. ഈ പ്രശ്നം നേരിടുന്നവർക്ക് തൊട്ടാവാടി സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീര് വേദനയുള്ള ഭാഗത്ത് പുരട്ടുന്നത് വേദന പെട്ടെന്ന് തന്നെ കുറയാനായിട്ട് സഹായിക്കും. അതുപോലെ പനിക്കും വയറിളക്കത്തിനും ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തൊട്ടാവാടിയുടെ കഷായം ഉപയോഗിക്കുന്നത് പനി, കോളറ ഇവയൊക്കെ പെട്ടെന്ന് സുഖപ്പെടാനായിട്ട് സഹായിക്കും. അതുപോലെ പൈൽസ് രോഗത്തിനും ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. ശരീരത്തിലുള്ള വിഷാംശം നീക്കം ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഇത് വിഷ ചികിത്സയിലും ഉപയോഗിച്ചിട്ട് വരുന്നുണ്ട്. വിഷജന്തുക്കൾ കടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷാംശം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും തൊട്ടാവാടിയുടെ ഉപയോഗം സഹായിക്കുന്നു. അപ്പോൾ ബ്ലഡ് പ്രഷർ നോർമലാക്കാനുള്ള കഴിവും ഈ ചെടിക്ക്
ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള രക്തസ്രാവം തടയുന്നതിനും തൊട്ടാവാടി സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉപയോഗം യുവത്വം നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. പെട്ടെന്ന് പ്രായമാകുന്ന ആ ഒരവസ്ഥയെ തടയാനായിട്ട് തൊട്ടാവാടിയുടെ ഉപയോഗം സഹായിക്കുന്നതാണ്. നമ്മുടെ ചർമ്മത്തിൽ പെട്ടെന്നുണ്ടാവുന്ന ചുളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ചർമ്മത്തിലുണ്ടാവുന്ന പാടുകൾ, കലകൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ മാറാൻ വേണ്ടിയിട്ട് ഈ തൊട്ടാവാടി സഹായിക്കുന്നുണ്ട്. ഈ തൊട്ടാവാടിയുടെ ഫ്ലവറിൻ്റെ എക്സ്ട്രാക്റ്റ് പല സ്കിൻ കെയർ പ്രൊഡക്ട്സിലും ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ തൊട്ടാവാടി ലെപ്രസി ചികിത്സയിൽ നല്ലൊരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഉയർന്ന ബ്ലഡ് ഷുഗർ ഉള്ളവർക്ക് തൊട്ടാവാടി ഒരു മിതമായിട്ടുള്ള അളവിൽ കഴിക്കാവുന്നതാണ്. ഡയബറ്റിക്സ് ഉള്ളവർക്ക് സാധാരണയായിട്ട് മുറിവുണങ്ങാനായിട്ട് കുറച്ച് താമസം നേരിടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 1 ടീസ്പൂണ് തേനിൽ തൊട്ടാവാടിയിലയുടെ നീര് ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ബ്ലഡ് ഷുഗർ ലോ ആയിട്ടുള്ളവർ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവർ ഇത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ ഷുഗർ ലെവൽ ഒന്നുകൂടി കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ളവരും തൊട്ടാവാടി ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഓരോ അസുഖത്തിനും ഓരോരുത്തർക്കും ഉപയോഗിക്കാവുന്ന അളവിൽ അതല്ലെങ്കിൽ അതിൻ്റെ രീതികളിൽ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ആ ഒരു ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചും ഒക്കെ മാറി വരാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്നും സ്വയമായിട്ട് അങ്ങോട്ട് ചികിത്സിക്കാതെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇതുപോലെ മരുന്നുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുപോലെ തൊട്ടാവാടി ചെടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു തൊട്ടാവാടി ചെടിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിൻ്റെ ഗുണങ്ങൾ ഒക്കെ പ്രത്യേകമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.